ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുഭാഷിനെയും വീട്ടുകാരെയും പഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കൗൺസിലറും അതുപോലെ തന്നെ നീതുവിൻ്റെ വീട്ടുകാരും. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ഇവരോട് ചോദിച്ചു, എന്താണോ ഈ കേൾക്കുന്നത്, എന്താണോ പ്രശ്നമെന്ന്. അപ്പോൾ ഇങ്ങനെ മര്യാദയ്ക്കൊന്നും ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ, ഇവന്മാർ പറയില്ല, ഒരെണ്ണം പൊട്ടിക്കുക വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ അമ്മ ഭാസ്കരേട്ടനെ കല്ലി വരുന്നുണ്ട്, പല്ലും കടിച്ചു പിടി നിൽക്കാം. പോലീസ് അങ്ങനെ ചോദിക്കണോ, നിങ്ങൾ പഠിപ്പിക്കണ്ടെന്ന് ആ സ്ത്രീയോട് പറയുമ്പോൾ, അതല്ല സാറേ, സാർ ഇത് കണ്ടോ സാറേ, നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് മകൻ്റെ നെഞ്ചത്തെ പാടൊക്കെ കാണിച്ചു കൊടുക്കുക. ഇവരൊന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഇവർ നിൽക്കുന്നത്. അപ്പോഴേക്കും എന്തേ നമ്മുടെ നീതു വർക്ക്ഷോപ്പിലേക്ക് വന്നപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഹരീഷും ബ്രദേഴ്സും ഒക്കെ കൂടി ചേട്ടനെ തല്ലിയെന്ന് പറയുന്നത് കേട്ടു. എന്താ കാര്യം? ഹരീഷിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുമെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും ചേട്ടനും കൂടി ഇപ്പോൾ പോയി എന്ന് കാര്യം നീതു പറയാം. ഞാൻ ഫോൺ എടുത്ത് വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഓടി വന്നതാണെന്ന് ചന്തുവിനോടൊക്കെ പറയാം. ഹരീഷ് എന്തിനാ അഖിലേട്ടനെ അടിച്ചതെന്ന് ചോദിക്കുമ്പം അത് നിന്റെ ചേട്ടൻ്റെ കയ്യിലിരിപ്പുണ്ടാ പെങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഹരീഷേട്ടൻ്റെ ഏട്ടത്തിയെ നിന്റെ ചേട്ടൻ അഖിലും കൂട്ടുകാരും കൂടെ ചേർന്ന് പബ്ലിക്കായിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞ വിവരങ്ങളെല്ലാം നീതുവിനോട് പറയണം. പിന്നെ അവൻ പറഞ്ഞു വിട്ട വാക്കിന് അടിയും പോലും കൊടുത്താൽ പോരാ, അവനെ കൊല്ലുക വേണ്ടതെന്ന് പറയാം. അവർ 5 ആണുങ്ങളുടെ കൂടെയാണ് ഏട്ടത്തി കഴിയുന്നതെന്ന് പറഞ്ഞ് ഹരീഷ് എണ്ണ സഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അമ്മാതിരി വൃത്തികേടല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് ചന്തു ഒക്കെ ചോദിക്കുക കേട്ടോ. ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത് സുധീഷ് ഏട്ടൻ്റെ വൈഫാണെന്ന കാര്യം പറയുമ്പോൾ നീതു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാം. എങ്കിൽ പെങ്ങളുടെ ആങ്ങളെ ഇപ്പം നാഴിക്കുള്ളിൽ ആയേനെന്നും പറഞ്ഞു. ഈ വൃത്തികെട്ടവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ നിൽക്കാം. എന്തിനാ അവനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നോന്നാന്നും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയി തോലഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ നീതു അവിടെ നിന്ന് ഇങ്ങനെ അവരോട് പറയുവാണ്. ശരി ബ്രോ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഹരീഷിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞ് നീതു വേഗം ഹരീഷിൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ദേ എൻ്റെ ഭാര്യ ഇവൻ നടു റോട്ടിൽ വെച്ച് അപമാനിച്ച കാര്യങ്ങൾ മുഴുവനും നമ്മുടെ സുധീഷ് അന്നേരം അവിടെ വെച്ച് പോലീസുകാരോടായിട്ട് അങ്ങ് പറഞ്ഞു. സാറേ അങ്ങനെയൊന്നും അല്ല സാറേ, ഈ നിൽക്കുന്നവനില്ലേ ഈ വീട്ടിലെ മെക്കാനിക്ക് എൻ്റെ മോളെ പിന്നാലെ നടന്ന് സ്വൈര്യം കെടുത്തുന്ന ഇവനാ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീതുവിൻ്റെ അമ്മ പറയുമ്പോൾ സ്വൈര്യം കെടുത്തേ ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എൻ്റെ മോനെ ചോദിച്ചു. അതിനാ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോനെ തല്ലി ഇങ്ങനെ ആക്കി കളഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോൾ എടാ ആ സ്ത്രീ പച്ചക്കള്ളല്ലേടാ പറയുന്നതെന്ന് നിധി ഇത് കേട്ടിട്ട് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പം ഇതിൽ തലയിടാൻ വരട്ടെ, എന്തായാലും അവർ പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നികേഷ് അന്നേരത്തേക്കും നിധിയെ പിടിച്ചു നിർത്തി. അപ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ ലളിത. അപ്പോൾ സാറ് പറ സാറേ, ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ എൻ്റെ മോളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ കൂടെ പുറപ്പായി ഇവന് ദേഷ്യം വരില്ലേ സാർ എന്നൊക്കെ ചോദിക്കാൻ നീതുവിൻ്റെ അമ്മയെ. ആ ദേഷ്യം തന്നെ എൻ്റെ മക്കൾക്കും വന്നത്, നിങ്ങളുടെ മകൻ്റെ വായിലെ നാക്കിൻ്റെ ദോഷമാണതെന്ന് ഭാസ്കരേട്ടൻ അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്ക് നിർത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനും വന്നു. ബഗാസുരം വന്നോ? അപ്പോൾ സാറേ ഈ നിൽക്കുന്ന ആളില്ലേ, ഇവൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിർഭാഗ്യം കൊണ്ട് ജനിച്ചു പോയി എൻ്റെ അനിയനാ എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതിന് താൻ എൻ്റെ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് ഭാസ്കരേട്ടൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ഭാസ്കരേട്ടൻ ചോദിക്കുന്നു. ഇറങ്ങി പോകാൻ പറഞ്ഞു. ഒരന്യായം നടക്കുമ്പോൾ ഏത് നാട്ടുകാർക്ക് എവിടെ വേണേലും വരാമെന്നൊക്കെ ഇയാൾ പറയും കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ആദ്യം തന്നെ ഈ കുടുംബത്തിൻ്റെ കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ മോശമാക്കി സംസാരിക്കുക. അതേ നിൽക്കുന്നുണ്ട് രണ്ടാമത്തവൻ, അവന് മീഡിയ കൈ നീട്ടി അടിച്ചാണ് അവൻ്റെ ആദ്യത്തെ സംസാരം തുടങ്ങുന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത്. ഈ കുടുംബത്തിൽ കൊണ്ട് ഇവിടെ എല്ലാവരും പൊറുതിമുട്ടിരിക്കുക സാറേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ പരസ്യമായി അപമാനിച്ചോണ്ടിരിക്കുക. എല്ലാത്തിനും പിടിച്ച് ഉള്ളിൽ തള്ളിയാലേ നാട്ടുകാർക്ക് സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എടാ എന്നും പറഞ്ഞ് നമ്മുടെ ഭാസ്കരേട്ടൻ വിളിച്ചു. ദേ സാറേ ഈ നാട്ടിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ഇവരെ പറ്റിയുള്ള അഭിപ്രായം അപ്പം അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലളിതയും. അപ്പോഴത്തേക്കും നമ്മുടെ നിധി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. ഇത്രയൊക്കെ കേട്ടിട്ട് നിധി ഇനി അകത്ത് നിൽക്കുന്നത് ശരിയല്ലല്ലോ. ആ സമയത്ത് നമ്മുടെ നിധി ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നികേഷ് ഏട്ടത്തി എന്നും പറഞ്ഞ് പിന്നാലെ ചെന്നു. അപ്പം നിധി ഇങ്ങനെ വന്നതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭാസ്കരേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ നീ അകത്ത് പോയിരിക്കാൻ പറഞ്ഞു. വെറുതെ എന്തിനാ ഇതിനിടയിൽ എന്നിങ്ങനെ സുഭാഷ് ചോദിക്കും. ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ, ഞാൻ സംസാരിച്ചോളാമെന്ന് നിധി പറയണു. ആ സമയത്ത് സർ ദേ ഞാൻ നിധി സുധീഷിൻ്റെ ഭാര്യയാണെന്ന് നിധി പറയുവാണ്. അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഈ പ്രശ്നമെല്ലാം തുടങ്ങി വെച്ചത് ഇവനാണ് സർ. നാട് റോട്ടിൽ വെച്ച് ഇയാളും ഇയാളുടെ കൂട്ടുകാരും ചേർന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി, ഒരുപാട് ചീത്ത വാക്കുകൾ പറഞ്ഞു എന്ന് നിധി പറയുകയാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നിധി പറയുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവരുടെ മകളും ഞങ്ങൾ അനിയൻ ഹരീഷ് ആയിട്ട് ഇഷ്ടത്തിലാണല്ലോ എന്ന് വിചാരിച്ച് വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നതാണെന്ന് നിധി ഇങ്ങനെ പറയുവാണ്. പക്ഷേ ഇത്തവണ അത് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായെന്ന കാര്യവും നിധി പറയുവാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. എൻ്റെ വീട്ടിലെ ഭർത്താവും സഹോദരന്മാരും അച്ഛനും ഉണ്ട്, അവരെല്ലാവരും എന്നെയും ചേർത്ത് വൃത്തികേട് പറഞ്ഞപ്പോൾ എനിക്കത് സഹിച്ചില്ല എന്നും നിധി പറയണു. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ലളിത ഇങ്ങനെ കാണിക്കുക. ഞാൻ വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞു, അവർക്ക് ദേഷ്യം വന്നു, അവർ ചോദിച്ചു, അത് വഴക്കായി, അത് സംഭവിച്ച കാര്യം തന്നെയാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി മോശം പറഞ്ഞു ആണുങ്ങൾക്ക് ദേഷ്യം വരില്ലേ സാർ എന്ന് നിധി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉറപ്പായും വരുമെന്നും പറഞ്ഞ് പിറകിൽ നിന്നൊരു ശബ്ദം.
നോക്കുമ്പോൾ ആരാ നമ്മുടെ നീതുവോ എന്നും പറഞ്ഞ് അന്തം വിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അമ്മ എന്തിനാ ഇവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ എന്നും ചോദിച്ചുകൊണ്ട് അന്നേരം നീതു ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ, വീട്ടിൽ പൊടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നീതുവിനോട് വഴക്കുണ്ടാക്കണം. കുട്ടി ആരാന്ന് ചോദിച്ചോ. അപ്പോൾ ഞാൻ ഇവരുടെ മകളാണ് സാർ, നീതു എന്നാ എൻ്റെ പേരെന്ന് എസ്ഐയോട് പറഞ്ഞു. അഖിൽ എൻ്റെ ചേട്ടനാണെന്നും പറയണം. അപ്പോഴത്തേക്കും ചേട്ടനും അച്ഛനും അമ്മയും നാറെ ഇങ്ങനെ നിൽക്കുക സൈഡിലേക്ക് ഒതുങ്ങി. സാർ, എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും പറയുന്നത് പോലെ ഹരീഷിൻ്റെ ഫാമിലിയും അത്ര കുഴപ്പക്കാരൊന്നും അല്ല എന്ന് നീതു പറയുവാണ്. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും അവർക്ക് എല്ലാവർക്കും ഒന്ന് ആശ്വാസമായി. അവരാരുമായിട്ട് അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കിയിട്ടും ഇല്ല എന്നുള്ള കാര്യം നീതു പറയാം. പിന്നെ എൻ്റെ ചേട്ടനാണ് എല്ലാം തുടങ്ങി വെച്ചതെന്നും പറഞ്ഞു. അപ്പോഴും ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. പോലീസിൻ്റെ മുന്നിൽ നാണം കെട്ടില്ലേ. പെടോ ബഗാസുരാ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ടൻ വിളിച്ചു. അപ്പം കേട്ടില്ലേ, കുട്ടി നിൽക്കുന്ന ഹരീഷ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചതിനാണ് കുട്ടിയുടെ ചേട്ടനെ ഇവർ തല്ലി ചതച്ചതെന്നാണ് അമ്മയുടെ പരാതി എന്ന് എസ് ഐ പറയുമ്പം ഇതൊക്കെ പച്ച കള്ളമാണ് സാർ. ഒന്നാമത് എന്നെ ആരും ശല്യപ്പെടുത്തിയിട്ടില്ല. ഹരീഷല്ല, ഞാനാണ് ഹരീഷിൻ്റെ പിന്നാലെ നടന്നതെന്നുള്ള കാര്യം നീതു പറയുക. ആ ഡിപ്പോളി എന്ന് പറഞ്ഞ നമ്മുടെ ഭാസ്കരേട്ടൻ ഇങ്ങനെ നിൽക്കുകയല്ലേ. എനിക്ക് ഹരീഷിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് സാർ, അത് ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവരുണ്ടാക്കിയ കള്ളക്കഥയാണിതെന്ന കാര്യവും നീതു പോലീസിനോട് പറഞ്ഞു. അപ്പോൾ ഹരീഷ് ഇങ്ങനെ കൈയൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുക. ഹരീഷ് ആയാലും അവൻ്റെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും നല്ലവർ തന്നെയാണെന്ന് നീതു പറഞ്ഞപ്പം അയ്യോടീ എന്നും പറഞ്ഞ ലളിത, നിന്നെയും പേടിപ്പിച്ച് ഇവർ കയ്യിലെടുത്തോ എന്ന് ലളിത അന്നേരം നീതുവിനോട് ചോദിക്കണം. ദേ സാറേ, ഈ കുട്ടി പറയുന്നതൊന്നും സാറ് മുഖവിലയ്ക്ക് എടുക്കണ്ട, ഇവള് പേടിച്ചിട്ട് പറയുന്നതായിരിക്കും എന്ന് ലളിതയുടെ വക ഡയലോഗ്. ഇവന്മാരുടെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ എന്ന് ലളിത. ഇവരെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരീഷ് നിൽക്കുമ്പോൾ നിധി, സാർ, ഈ നാട്ടിൽ ഈ വീട്ടിലെ ആളുകളെ പറ്റി അപവാദം പറഞ്ഞ് നടക്കുന്ന 2 പേരേ ഉള്ളൂ, അത് ഇവർ 2 പേരുമാണെന്ന് നമ്മുടെ നിധി അന്നേരം പറയാം. അപ്പോഴത്തേക്കും 2 ചമ്മി. അതിന് ഇവർക്ക് ഇവരുടേതായ കാരണങ്ങളുണ്ടാവും. ഇവർ പറയുന്നത് പോലെ അത്ര മോശം ആളുകളാണ് ഇവരെങ്കിലും ഇപ്പോൾ വേറെ ഏതെങ്കിലും പരാതി സാറിന് ഇവരെ കുറിച്ച് കിട്ടണ്ടേ, അത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ഉണ്ടോ എന്ന് നിധി ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ സാർ ഇങ്ങനെ തലയാട്ടി. അന്നേരം സാറേ, അന്നത്തെ കാര്യം സാറിന് അറിയാവുന്നതാണല്ലോ എന്ന് സുധീഷ്. അപ്പോൾ ലൈസൻസ് അവിടെ ഏൽപ്പിച്ച് പോകാൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ അനുസരിച്ചവനല്ലേ ഞാനെന്ന് സുധീഷ് ചോദിക്കുക. അതിനുശേഷം പണിക്ക് പോലും പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ആദ്യം ഈ കാര്യം നടക്കട്ടെ, അതിനിടയിൽ തിരികാൻ നോക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാറ് വരുമ്പം ഏറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേനും നികേഷ് ഒത്തില്ല, വേണ്ട എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ പറയാൻ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല സാറെന്നും, പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടെയാണെന്ന കാര്യവും നീതു ഇങ്ങനെ അവരോട് പറയണം. വെളുക്കാൻ തേച്ചത് പാണ്ട ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഹരീഷിനെ ഇഷ്ടമായതുകൊണ്ട് ആ ദേഷ്യം തീർക്കാൻ നിധി ചേച്ചി അപമാനിക്കാൻ നോക്കിയത് എൻ്റെ ചേട്ടൻ തന്നെയാണെന്നുള്ള കാര്യം നമ്മുടെ നീതു അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അയ്യോ വന്നിക്കാം, അത്ര വൃത്തികെട്ട ഭാഷയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച് അടിക്കല്ലാണ്ട് പിന്നെ എന്താ സാർ ചെയ്യുക എന്നും നീതു ഇങ്ങനെ പോലീസിനോട് ചോദിക്കാട്ടോ. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ നിൽക്കുക നമ്മുടെ ലളിത ചേച്ചി. സാർ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ചേട്ടൻ അഖിലിനെയാണെന്നും പറഞ്ഞു. അഖിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുക, ഇവളെന്നെ ഈ പറയുന്നതെന്നും. അപ്പോഴത്തേക്കും അമ്മയും എടീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ലളിതയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. സുനന്ദയും ഭർത്താവും വീട്ടിലെത്തിയെന്നാണ് തോന്നണേന്നും പറഞ്ഞു. അപ്പോൾ എന്നാൽ നീ വേഗം ചെല്ല്, അവരിങ്ങോട്ട് വരാൻ നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ പെങ്ങളെ പറഞ്ഞു വിടുന്നു. എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇവരെ കുറച്ച് ദിവസം അകത്ത് കിടത്താൻ നോക്കാൻ പറഞ്ഞു. അതൊക്കെ നടന്നോളൂ, നീ ചെല്ലെന്നും പറഞ്ഞില്ല ലളിതയെ പറഞ്ഞു വിടുക. അപ്പോൾ നീ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത് അറിയാമെന്ന് ചോദിച്ചാൽ നീതുവിൻ്റെ അമ്മ ഒച്ച വയ്ക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അങ്ങ് വഷളായി അങ്ങ് നിൽക്കുകയാണ്. ലളിത ഓടിക്കതച്ച വീട്ടിലേക്ക് വന്നു. അപ്പോൾ മോൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ അമ്മ ഇതെവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാൻ അപ്പുറത്തെ അവിടെ വരെ ഒന്ന് പോയതാ, അപ്പോഴത്തേക്ക് നിൻ്റെ കോള് വന്ന് ഞാൻ ഓടി പോന്നതാ. അപ്പോൾ എന്ത് കാഴ്ചയാണ് അമ്മയെന്ന് ചോദിച്ചു. നിൻ്റെ സുഭാഷ് ഏട്ടനെ അനിയന്മാരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണെന്ന് പറയുമ്പം അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് സുനന്ദ ചോദിക്കുക. നാട്ടിൽ ഗുണ്ടാവിളിയായിട്ട് നടത്തിയാൽ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ലേ എന്നൊക്കെ ലളിത ചോദിക്കണം. ആ സുഭാഷ് ഒരു പാവമാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ഇത്തവണ അനിയന്മാരുടെ കൂടെ കൂടി അവനും റോട്ടിലിറങ്ങി തല്ലാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. റോട്ടിലിറങ്ങി തല്ലിയേ? അമ്മ എന്തൊക്കെയാ പറയണേ? അവനെ പോലെ അല്ലല്ലോ അവൻ്റെ അനിയന്മാർ. രണ്ടാമത്തെ ഒരുത്തൻ ഒരു പെണ്ണിനെ വളച്ചുകൊണ്ട് വന്നപ്പോൾ മൂന്നാമത്തവൻ ഒരു പെണ്ണിനെ വളച്ച് വശത്താക്കാൻ നോക്കി. ഇതേ ഇപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ ഇറങ്ങി പോകാൻ പോവുക. അപ്പോഴത്തേക്ക് നീ ഇത് എങ്ങോട്ടാടി, പോവല്ലടി, നിക്കടി എന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അമ്മ ചുമ്മാ മിണ്ടാതിരിക്കുക. സുഭാഷ് ഏട്ടൻ ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി വ്യക്തമായ കാരണം ഉണ്ടാകും, അല്ലാതെ ഒരിക്കലും സുഭാഷ് ഏട്ടനെ ചെയ്യില്ല. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകാൻ നോക്കണം. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുതെന്നും പറഞ്ഞ് നീ കല്യാണം കഴിഞ്ഞ പെണ്ണാ, ആ വീട്ടിൽ പോയി നിന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ നിന്റെ ഭർത്താവ് കാണണ്ടെന്ന് പറഞ്ഞു. അശ്വൻ കണ്ടാലേ ഒരു പ്രശ്നമില്ല, കാര്യങ്ങളെല്ലാം അശ്വൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യങ്ങൾ? അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയാമെന്ന് സുനന്ദ അന്നേരം ലളിതയോട് പറഞ്ഞു. ലളിതയ്ക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോയി. എടി ബുദ്ധിയില്ലാത്തവളെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും മകളൊന്നും കേൾക്കാതെ അങ്ങ് പോവുക. ആ സമയത്ത് എൻ്റെ മോൾ ഇവരെന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല സാറെന്നും പറഞ്ഞ്
നീതുവിൻ്റെ ആങ്ങൾ അഖിൽ. അപ്പോൾ ഇവളുടെ പിന്നാലെ ഇവൻ നടത്തി ശല്യം ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് അഖിൽ പറയുക. അത് കേട്ടപ്പോൾ എടാ എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഇവനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്നാ സാറേ ഇവർ ഉപദ്രവിക്കുന്നതെന്ന് നീതു അന്നേരം പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാസ്കരേട്ടൻ അവിടെ നിന്ന് ചിരി അങ്ങ് തുടങ്ങി. കാരണം ഇവരുടെ യഥാർത്ഥ സ്വഭാവമാണല്ലോ നീതു വിളിച്ച് പറയുന്നത്. അന്നേരം സാറേ ഇതെന്താ കൈവേഷം കൊടുത്തിട്ടുള്ള ഏർപ്പാടാ, സാർ എൻ്റെ കൂടെ വാ, ഈ കുടുംബത്തെ പറ്റി നാട്ടുകാരെന്താ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം സാറേ എന്നും പറഞ്ഞുകൊണ്ടായി നമ്മുടെ ചേട്ടൻ. അപ്പം അത് കേട്ടപ്പോൾ ആഹാ എടാ അതിപ്പോൾ പറയിപ്പിക്കാനാണെങ്കിലേ ആളുകളെ സംഘടിപ്പിക്കാൻ എനിക്കും അറിയാം, നിന്റെ കുടുംബത്തെക്കുറിച്ച് ആളുകൾ മോശം പറയുന്നത് ഞാൻ കാണിച്ചു തരാം അവിടെ എന്ന് ഭാസ്കരേട്ടൻ അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദ അങ്ങോട്ടേക്ക് ഇരാ, സുനന്ദേ നിക്കടി അവിടെ എന്ന് പറഞ്ഞു ലളിത പിന്നാലെ ഓടുക. സുനന്ദേ ഇന്ന് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ. അപ്പോഴത്തേക്ക് സുനന്ദ ഇവരുടെ ഇടയിലേക്ക് കയറി ചെന്നു. അപ്പോൾ വലിയമാന് നാണമില്ലേ, സുഭാഷേട്ടനെയും കുടുംബത്തെക്കുറിച്ച് നാണം കെടുത്തി ദ്രോഹിച്ചതും പോരേന്ന് ചോദിച്ചില്ല. സുനന്ദേ എന്ന് പറഞ്ഞ് ലളിത വിളിച്ചപ്പോൾ അമ്മ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു സുനന്ദ. അപ്പോൾ ഇവരെല്ലാവരും അന്തപ്പെട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. സുനന്ദ ഇടയ്ക്ക് കയറി വരും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ സുനന്ദയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒരു രാത്രി അച്ഛനും അമ്മയും ഇവിടെ വന്ന് ഇവരുടെ എല്ലാവരുടെയും കാല് പിടിച്ച് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് ഞാനായിട്ട് ഈ നാട്ടുകാരോട് പറയണോ എന്ന് നമ്മുടെ സുനന്ദ ചോദിക്കുമ്പോഴത്തേക്കും ഭാസ്കരേട്ടൻ കൈ അടിക്കുക. പറ എന്നും പറഞ്ഞു. ഇവരെല്ലാവരും ഇങ്ങനെ തലയെടുപ്പോടു കൂടി അന്നേരം നിൽക്കുക കേട്ടോ. അവിടെ നാറ്റിച്ച് നാണം കെടുത്തുകയാണ് നമ്മുടെ സുനന്ദ വന്ന എല്ലാത്തിനും. സാറേ അപ്പം നീതു എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണെന്നും ഇവൾക്ക് പണ്ടേ ഹരീഷിനെ ഇഷ്ടമാണ്, അതും എനിക്കറിയാവുന്ന കാര്യമാണെന്ന് സുനന്ദ അന്നേരം പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നീതുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. അപ്പം അങ്ങനെ ഇവരെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എൻ്റെ ചെറിയമ്മാവനും കുടുംബമാണ് സാറേ ഇവർ, കുട്ടിക്കാലം മുതലേ എനിക്ക് നല്ല ബന്ധമുള്ള വീടായതെന്നൊക്കെ സുനന്ദ SIയോട് പറയണം. പിന്നെ ഇവരാരും പ്രശ്നക്കാരല്ല സാറേ, ഇവരെ പറ്റി ആകെ നാട്ടിൽ മോശം പറഞ്ഞ് നടക്കുന്നത് എൻ്റെ അമ്മയും അതുപോലെ ഈ മൂത്ത അമ്മാവനും കൂടെ മാത്രമാണെന്ന കാര്യം സുനന്ദ ഇങ്ങനെ പറഞ്ഞു. നടന്ന കാര്യങ്ങളെല്ലാം സുനന്ദ എന്നിട്ട് പറയുവാണ്. അപ്പോൾ ഈ വീടിൻ്റെ കാര്യവും അതുപോലെ ഇവർ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന കാര്യവും ഇതെല്ലാം നമ്മുടെ സുനന്ദ അങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പോൾ സുനന്ദ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. സുഭാഷേട്ടനും അനിയന്മാരും അങ്ങോട്ട് ചെന്ന് ആരോടും പ്രശ്നം ഉണ്ടാക്കാൻ പോവാറില്ല എന്നും അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ കാരണം ഉണ്ടാകുമെന്നും ഈ സുനന്ദ പറയുന്നു. സുനന്ദ പറഞ്ഞാൽ ശരി സാർ, ഇവിടെ ഒരു പെണ്ണ് പാടില്ല എന്നും പറഞ്ഞു വരുത്തി സുഭാഷേട്ടന് വന്നിരുന്ന എല്ലാ കല്യാണാലോചനകളും മുടക്കിയിരുന്നത് ഇവരാണെന്ന കാര്യം നിധി അന്നേരം പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അങ്ങനെ ഇവർ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവർ പറഞ്ഞു വരുത്തിയത് വിശ്വസിച്ചിട്ടാ നീതുവിൻ്റെ അച്ഛനും അമ്മയും ഹരീഷായിട്ടുള്ള ബന്ധത്തെ എതിർക്കുന്നതെന്ന കാര്യവും ഞാനിവിടെ വിവാഹം കഴിഞ്ഞിട്ട് വന്നിട്ട് മാസങ്ങളായി എനിക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല എന്ന് നിധി അന്നേരത്തേക്ക് ഇവരോട് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഒരു പെൺകുട്ടിയോട് എങ്ങനെ സംസാരിക്കണോ അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണമെന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ് ഇവിടുത്തെ അച്ഛനും മക്കളും. നല്ല മര്യാദയുള്ള മനുഷ്യർ തന്നെ ഇവിടെയുള്ളവരെന്ന് നിധി ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുവാണ്. അപ്പോൾ നിധി പറയുന്നതൊക്കെ കേട്ട് മറ്റുള്ള എല്ലാവരും ഇങ്ങനെ തല കുനിച്ച് നിൽക്കുമ്പോഴത്തേക്കും നീതുവിൻ്റെ അമ്മ എവിടുന്നോ വന്ന നീ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കണോ എന്നിങ്ങനെ നീതുവിൻ്റെ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ എവിടുന്നോ വന്ന ആളല്ല, തക്കലയിലെ ബിസിനസ്സുകാരനായ രാജീവ് ശങ്കറിൻ്റെ മകളാണ് ഞാനെന്ന് നമ്മുടെ നിധി അന്നേരം പറഞ്ഞു. ഓ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം നീതുവിൻ്റെ അമ്മ. അങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞ് എനിക്കിവിടെ ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് സാർ. എന്നെ വഴിയിൽ വെച്ച് മോശം വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചപ്പോൾ എൻ്റെ ഭർത്താവും ബ്രദേഴ്സും അത് ചോദിക്കാൻ ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിന് ഭയങ്കര അഭിമാനം. ആ ഒരു സംസാരം അത് വഴക്കിലെത്തി അടിയാവുകയാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ നിധി ഇങ്ങനെ അവിടെ വെച്ച് പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര അഭിമാനം. ഭർത്താവ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു 4-5 പേര്. 2 കൂട്ടരും അടിയായി എന്നുള്ളതല്ലാതെ ഇയാളെ സംഘം ചേർന്ന് തല്ലുമായിരുന്നു എന്നല്ല എന്ന് നിധി അന്നേരം പറയുകയും ചെയ്തു. ഇവരുടെ കള്ളത്തരെല്ലാം പൊളിയുകയും ചെയ്തു. അങ്ങനെ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മുടെ നീതു പറഞ്ഞു, അമ്മ ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ സുധീഷിന് ഇഷ്ടമാണെന്ന് ഈ ലോകത്തുള്ള എല്ലാവരോടും വിളിച്ചു പറയും എന്ന് പറഞ്ഞ് നീതു ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സത്യവും സത്യക്കേടും അറിഞ്ഞിട്ട് വേണ്ടോ ഇതുപോലുള്ള കേസുകൾക്ക് ഇറങ്ങി പുറപ്പെടാമെന്ന് ചോദിച്ചുകൊണ്ട് SI നമ്മുടെ കൗൺസിലറെ 2 ചാടിയിലും ചാടിച്ചു. അല്ല സാർ, അത് ആ കുട്ടി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി തീരുമാനിച്ചോളും, അല്ലാണ്ട് നിങ്ങളല്ല കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ സേര ഇനി ആ പേരും പറഞ്ഞു നിങ്ങളുടെ മകൻ ഈ കുട്ടിയെ ശല്യപ്പെടുത്തിയാൽ അറിയാവല്ലോ കളിക്കാരിയാകുമെന്ന് SI നീതുവിൻ്റെ ആങ്ങളയ്ക്ക് അച്ഛനും അമ്മയ്ക്കും അന്തിമതാക്കിയതും കൊടുത്തു. കാരണം നിങ്ങളുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാക്കും, പക്ഷെ അങ്ങനെ ഓരോരുത്തരും നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാലേ ഈ നാട്ടിൽ പിന്നെ പോലീസ് വേണ്ടല്ലോ എന്ന് സുധീഷിനോടും അനിയന്മാരോടും ചേട്ടനോടും SI പറയുകയും ചെയ്തു. അതുകൊണ്ട് മേലിൽ ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയ
എനിക്ക് നടപടി എടുക്കേണ്ടി വരും കേട്ടല്ലോ എന്ന് പറഞ്ഞ് എസ് ഐ അവിടെ നിന്ന് പോയി. എസ് ഐയും പോലീസുകാരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹരീഷ് ഇങ്ങനെ നീതുവിനെ നോക്കി ഇങ്ങനെ തിരിച്ച് കാണിക്കാം. നീതും അതുപോലെ തന്നെ. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ണ് കാണിക്കുന്നത് അച്ഛനും അമ്മയും കണ്ടു. അവർക്ക് സഹിക്കും വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. ഇനി നിങ്ങളുടെ വേഷം കെട്ടുമായിട്ട് നിങ്ങൾ വന്നാലേ കേസ് മാറും നമ്മുടെ ഹരീഷ് അന്നേരം അവിടെ വെച്ച് ഇവരോട് പറഞ്ഞു. പോടാ മോടി ഇങ്ങോട്ടൊന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക നീതുവിനെയും കൊണ്ട്. അമ്മ വിടമ്മ എന്നും പറഞ്ഞുകൊണ്ട് നീതു അപ്പോൾ കേരളം ഇങ്ങോട്ട് കുഴിമന്തി കൗൺസിലറെ എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് നമ്മുടെ ഭാസ്കരേട്ടൻ. എന്തൊക്കെയായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞ് സുധീഷ് നിൽക്കണു. പൊളിച്ചേട്ടോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ സുധീഷ് നേരത്തേനും സുനിതയോട് പറയാം. അപ്പോൾ മെഗാസുരൻ ചേട്ടാ അപ്പോൾ പൂതണ പെങ്ങളെയും കൊണ്ട് തിരിച്ചു പോവല്ലേ എന്നും ചോദിച്ചുകൊണ്ടിങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ സുനന്ദ ഇങ്ങനെ നോക്കും. അപ്പോൾ വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് സുനന്ദയും കൊണ്ട് ചേച്ചി അങ്ങ് പോയി. ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു വലിയ പ്രശ്നം പുഷ്പം പോലെ നിഷ്പ്രയാസം അവർ തീർക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് സുനന്ദയുടെ മെക്കിട്ട് കയറുകയാണ് ലളിത. അമ്മയ്ക്ക് എന്ത് വട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതടി എനിക്ക് വട്ടാ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, ഇനി ഈ കുടുംബമായിട്ട് എന്ത് ബന്ധം നിനക്കുള്ളതെന്നൊക്കെ ചോദിക്കുമ്പം അതെൻ്റെ അമ്മാവൻ്റെ വീടാ, കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാനെന്തിനാ ബന്ധം ഉപേക്ഷിക്കണമെന്ന് സുനന്ദ അന്നേരം ചോദിച്ചു. ഞങ്ങൾക്കില്ലാത്ത എന്ത് ബന്ധമാണ് നിനക്കുള്ളത്? അതും പോരാഞ്ഞ് പോലീസിൻ്റെ മുന്നിൽ അവളുടെ ഒരു പ്രസംഗം, ഒരു കാര്യമുള്ളത് സുഭാഷ് ചേട്ടനും അനിയന്മാരും ഈ പഴി മുഴുവൻ കേട്ടിട്ടുണ്ട്, അത് കേട്ടിട്ടാ നീ ചുമ്മാ ഇരിക്കണമെന്ന് ചോദിച്ച് സുനന്ദ ലളിതയെ പേടിപ്പിക്കുക. അവരെ ആരെന്ത് പഴി പറയും, നിനക്കെന്താ ഛേദം, വന്ന് കയറിയപ്പോഴേ അങ്ങോട്ട് ഓടാനായിരുന്നല്ലോ നിനക്ക് തിടുക്കം എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മാവൻ. പോലീസിനോട് എന്താ നീ പറയുന്നത്, നിനക്ക് ഓർമ്മയുണ്ടോ? ആ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കണ്ണുണ്ടെന്നല്ലേ, അതല്ലേ നീ പറഞ്ഞത്? സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ ഒറ്റ കൊടുക്കുന്ന എന്തിനടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്യമ്മ പറയുമ്പം ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, ആ വീട് ഭാസ്കര മാമയ്ക്കുള്ളതാണെന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ടും അത് കൈക്കലാക്കാൻ വേണ്ടി കേസും വഴക്കായിട്ട് നടക്കല്ലേ നിങ്ങളെന്ന് സുനന്ദ ചോദിച്ചു. ഇത്രയും കാലം ആ കുടിയൻ കുടിച്ച് നശിപ്പിച്ചതൊന്നും പോരെ, ഇനി ആ വീടും വിറ്റ് കുടിച്ച് നശിപ്പിക്കണോ എന്ന് ലളിത ചോദിക്കാം. കേസും വഴക്കും ഒക്കെ ഞങ്ങളുടെ പ്രശ്നം, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കിപ്പോൾ കൊള്ളാവുന്ന ഒരു ജീവിതം കിട്ടിയല്ലോ, അത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിയാൽ മതി കേട്ടല്ലോടി എന്നും പറഞ്ഞു ഒച്ച വയ്ക്കുക. ഇതുപോലുള്ള ഭാരിച്ച കാര്യങ്ങളിൽ നീ ഇടപെടണ്ടെന്നും പറഞ്ഞു. ഇനി ആ സുഭാഷിനെ അവൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ നീ ഇടപെട്ടാലുണ്ടല്ലോ, അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരാളുമായി ജീവിക്കുകയാണെന്നുള്ള കാര്യം എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നത് സുഭാഷ് ചേട്ടനാണ്. അതുകൊണ്ടേ ആ വീട്ടിൽ ഞാൻ പോയാലോ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടാലോ അമ്മ അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഫോൺ ചെയ്താൽ പോലെ സുഭാഷ് ചേട്ടൻ എടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നീ എന്തിനാടി അവനെ ഫോൺ ചെയ്യുന്നേ, അതിലെന്താ ഇത്ര തെറ്റിരിക്കുന്നേ, അവരെനിക്ക് അന്യരൊന്നും അല്ലല്ലോ ആണോ? അതും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. ടാറ്റാ.